ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഈ സമയം ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. We want to catch a glimpse of your glory. നിന്റെ മഹത്വത്തിന്റെ ഒരു ചെറിയ കണിക ഞങ്ങൾക്ക് കാണണം. We want to talk about Brother Ian, who went to be with you. അങ്ങയുടെ അടുക്കിലേക്ക് വന്ന പ്രിയ സഹോദരൻ ഇയൻ റോബ്സനെ കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. And we want to see your glory that you have promised will fill the whole earth. ഈ ഭൂമി മുഴുവൻ അറിയുന്ന അവിടുത്തെ മഹത്വത്തിന്റെ ഒരല്പം ഞങ്ങളെ കാണിച്ചു തരണമേ. Touch our eyes, touch our hearts. ഞങ്ങളുടെ ഹൃദയവും ഞങ്ങളുടെ കണ്ണുകളും അവിടുന്ന് സ്പർശിക്കണമേ. It says that you spoke and there was light. We want that light to shine. അവിടുന്ന് സംസാരിച്ചപ്പോൾ പ്രകാശമുണ്ടായി എന്ന് പറഞ്ഞതുപോലെ ആ പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതിന് അവിടുത്തെ അടുത്തേക്ക് ഞങ്ങൾ വരുന്നു. Amen. ആമേൻ. So in the book of ഹബക്കുക്കിന്റെ പുസ്തകത്തിൽ chapter 2 verse 14 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ says, the whole earth will be filled with the knowledge of the glory of the Lord as the waters cover the sea. ഹബക്കുക്ക് 2:14 വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്തിൽ പൂർണ്ണമാകും. And there's a phrase called the 7 seas. It means just all the seas of the world. അവിടെ 7 കടലുകൾ എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ ലോകത്തിലെ സകല സമുദ്രങ്ങളും. And we want to that phrase is not in this verse, but there's a general phrase, the 7 seas. ഈ വചനത്തിൽ ആ വാക്കുകളില്ല. അതൊരു ജനറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് 7 സമുദ്രങ്ങൾ. And the promise is that the glory of the Lord will fill the whole earth. വാഗ്ദത്തം ഇതാണ്, ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമി മുഴുവൻ നിറയും. My desire is to share a blessing that we in the Bangalore church received. ബാംഗ്ലൂർ സഭയിൽ ഉണ്ടായിരുന്ന ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന്റെ അല്പം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. So the CFC church in Bangalore was co-founded by Brother Ian Robson along with Brother Zach. ബാംഗ്ലൂർ CFC ക്രിസ്ത്യൻ ഫെലോഷിപ്പ് സഭ ആരംഭിച്ചത് ബ്രദർ സാക് പുനനോടൊപ്പം ബ്രദർ ഇയൻ റോബ്സൺ എന്ന ഈ 2 സഹോദരന്മാരിൽ കൂടിയായിരുന്നു. And Brother Ian went to be with the Lord and he had a glorious funeral. പ്രിയ സഹോദരൻ ഇയൻ റോബ്സൺ കർത്താവിന്റെ അടുത്തേക്ക് യാത്രയായി. അദ്ദേഹത്തിന്റെ വളരെ മഹത്വപൂർണമായ ഒരു സംസ്കാര ശുശ്രൂഷ നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞു. And we had the opportunity to see and think about the glory of Jesus as seen in the life of Brother Ian. ഈ സമയത്ത് ബ്രദർ ഇയൻ റോബ്സന്റെ ജീവിതത്തിൽ കണ്ട ദൈവത്തിന്റെ മഹത്വത്തിനെ കുറിച്ച് അല്പസമയം നമ്മൾക്ക് ചിന്തിക്കാം. And our theme for this conference is, let us run the race looking unto Jesus. ഈ കോൺഫറൻസിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി നമ്മുടെ കണ്ണുകൾ ക്രിസ്തുവിൽ ഉറപ്പിച്ച് ഓടുക എന്നുള്ളതാണ്. And the beginning of that verse says, since we have a great cloud of witnesses surrounding us. ആ വാക്യത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ്. And Brother Ian now stands in that cloud of witnesses. ഇപ്പോൾ പ്രിയ സഹോദരൻ ഇയൻ റോബ്സൺ ആ സാക്ഷികളുടെ കൂടെ ആണുള്ളത്. So as we were hearing different people testify about Brother Ian, some words stood out and were repeated by many people. അനേകർ പ്രിയ സഹോദരൻ ഇയാൻ റോബ്സനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യങ്ങളുടെ ഇടയിൽ ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ നിന്നു. Some words, കുറച്ച് വചനങ്ങൾ, വേദപുസ്തകത്തിലെ വചനങ്ങൾ, വാക്യങ്ങൾ ഞാൻ ഓർക്കുന്നു. So one such word that was repeated many times was compassion. ഒരു പ്രത്യേക വാക്ക് കമ്പാഷൻ, അനുകമ്പ എന്നുള്ളൊരു വാക്ക് വളരെയധികം ബ്രദർ ഇയൻ റോബ്സനുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. Brother Ian poured out his life to help me, many brothers and sisters. He was full of compassion like Jesus. ബ്രദർ ഇയൻ യേശുവിനെ പോലെ പൂർണ്ണമായും അനുകമ്പ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. എന്നെയും അനേക സഹോദരന്മാർക്കും തന്നെ അദ്ദേഹം ചിലവാക്കി. And we know it says about Jesus that he felt compassion for the people who were like a sheep without a shepherd. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, ജനത്തെ ഇടയന്മാരില്ലാത്ത ആടുകളെ പോലെ കണ്ട് യേശുക്രിസ്തുവിന്റെ ഹൃദയം അനുകമ്പ കൊണ്ട് നിറഞ്ഞിരുന്നു.
Another word that stood out was the word concern. മറ്റൊരു വാക്ക് ഇയാൻ റോബർട്സിനെ കുറിച്ച് പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു വാക്ക് Concern. കരുതൽ എന്നുള്ളതായിരുന്നു. കൺസേൺ. Yeah. So Brother Ian took note of and gave more importance to the needs of others above his own. ബ്രദർ ഇയൻ തന്റെ ആവശ്യങ്ങളെക്കാൾ അധികമായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ബോധവാനായിരുന്നു. We can look at Philippians chapter 2 and verses 3 and 4. ഫിലിപ്പിയർ ലേഖനത്തിന്റെ 2ഉം 3ഉം വാക്യങ്ങൾ നമുക്ക് നോക്കാം. It says, chapter 2 verses 3 and 4, with humility of mind, regard one another as more important than yourselves. ഫിലിപ്പിയർ ലേഖനത്തിന്റെ 2ാമത്തെ അധ്യായത്തില് 3ാമത്തെ വചനം, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. And do not look out for your own personal interests, but also for the interests of others. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കണം. And this was the attitude which was also in Christ Jesus. ക്രിസ്തു യേശുവിലും ഉണ്ടായിരുന്ന ഭാവം ഇത് തന്നെയായിരുന്നു. Then others were also testifying about Brother Ian's contentment. സഹോദരൻ ഇയൻ റോബ്സന്റെ ഉള്ളിലുള്ള തൃപ്തിയെക്കുറിച്ച് മറ്റുള്ളവർ അനേകർ സാക്ഷ്യം പറഞ്ഞിരുന്നു. So no matter what he was going through, he always had a wonderful, encouraging smile for brothers and sisters. ഏത് സാഹചര്യങ്ങളിലൂടെയാണ് താൻ നടന്നതെങ്കിലും മറ്റുള്ളവരോട് എപ്പോഴും ഒരു സന്തോഷത്തോടെ ഒരു പുഞ്ചിരിയോടെയാണ് സകല സാഹചര്യങ്ങളെയും അദ്ദേഹം നേരിട്ടത്. Up to the end, he went through pain and suffering and difficulty with tremendous grace. അവസാന നിമിഷം വരെയും വളരെ വേദനയും കഷ്ടതയും നിറഞ്ഞ സാഹചര്യങ്ങളിൽ കൂടെ വളരെയധികം കൃപയോടുകൂടിയാണ് പ്രിയ സഹോദരൻ കടന്നുപോയത്. Cancer, the loss of his beloved wife, many hardships, many misunderstandings in the church. ക്യാൻസർ എന്ന രോഗം, തന്റെ പ്രിയ പത്നിയുടെ വിയോഗം, സഭയിലും പല സ്ഥലത്തും ഉണ്ടായിരുന്ന പല തെറ്റിദ്ധാരണകൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ എല്ലാം ബ്രദർ ഇയൻ നടന്നു. He left his salaried job. He only had a cycle. He didn't have a scooter to begin with. അദ്ദേഹം തന്റെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയപ്പോൾ തന്റെ ശമ്പളം കിട്ടുന്ന ജോലി ഉപേക്ഷിച്ച് വളരെ ലളിതമായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. He had, for 20 years, he lived in a one-bedroom house along with 6 children. 20 വർഷത്തോളം ഒരു മുറി മാത്രമുള്ള ഒരു ഭവനത്തില് 6 കുഞ്ഞുങ്ങളോട് കൂടെ അദ്ദേഹം ജീവിച്ചു. And we see a picture of Jesus, who was the son of a poor carpenter. He had at least 6 brothers and sisters. അവിടെ നാം യേശു ക്രിസ്തുവിന്റെ ഒരു മാതൃക കാണുന്നു. ഒരു പാവപ്പെട്ട ഒരു മരപ്പണിക്കാരന്റെ മകനായി ജനിച്ച് തന്റെ 3 സഹോദരന്മാരോടൊപ്പം ഒരു ചെറിയ ഭവനത്തിൽ ജീവിച്ച കർത്താവിനെ പോലെ. And these things never stopped Brother Ian and never stopped Jesus from serving the Lord. എന്നാൽ ഈ സാഹചര്യങ്ങൾ ഒന്നും തന്നെ കർത്താവിനെ സേവിക്കുന്നതിൽ നിന്ന് പ്രിയ സഹോദരനെ തടഞ്ഞില്ല. And it says about Jesus in Hebrews chapter 1 verse 9, because you loved righteousness and hated iniquity, God has anointed you with the oil of gladness above your companions. എബ്രായ ലേഖനത്തിൽ 1ാമത്തെ അധ്യായത്തില് നാം വായിക്കുന്നു, because you loved righteousness and hated iniquity, the Lord your God has anointed you with the oil of gladness above your companions. എബ്രായ ലേഖനത്തിന്റെ 1ാം അധ്യായം 9ാമത്തെ വചനം, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദ്വേഷിക്കുകയും ചെയ്തിരിക്കയാൽ ദൈവമേ, നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. That's what we saw in Brother Ian's life. ഈ ഒരു കാര്യം നമ്മൾ പ്രിയ ഇയാൻ റോബ്സന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ടിരുന്നു. We can see the connection between these things. Because he had contentment, he was content in the Lord, he had a concern for others. ഈ കാര്യങ്ങളെല്ലാം തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ കാണണം. അദ്ദേഹത്തിന് തന്റെ സാഹചര്യങ്ങളെല്ലാം വളരെ തൃപ്തിയോടെയാണ് അദ്ദേഹം ഇരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരെ കുറിച്ച് ഒരു കരുതലുണ്ടായിരുന്നു. അദ്ദേഹം ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. Because he had a concern for others, he understood their needs and had compassion for them. മറ്റുള്ളവരെ കുറിച്ച് കരുതൽ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ കാണുവാനും അവരോട് അനുകമ്പയുള്ളവരായിരിക്കുവാനും സാധിച്ചു. The love of God filled up his heart and overflowed. ദൈവസ്നേഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞ്
അത് മറ്റുള്ളവരിലേക്ക് പകർന്നിരുന്നു. So when I heard these things, I was thinking, Lord, I'm not like Brother Ian and I'm not like you. ഈ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ എന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രതികരണം, ദൈവമേ, ഞാൻ പ്രിയ സഹോദരനെ പോലെയല്ല, ഞാൻ നിന്നെ പോലെയല്ല എന്നുള്ളതാണ്. And I don't understand how it's possible that I can be like you. എനിക്ക് ഇങ്ങനെ ആകുവാൻ സാധിക്കുമോ എന്ന് കൂടെ എനിക്കറിയില്ല. See, you may be thinking, Brother Suresh, why are you telling us all this? നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, പ്രിയ സുരേഷ് സഹോദര, നിങ്ങൾ എന്താണ് ഇങ്ങനെയെല്ലാം പറയുന്നത്? I have enough problems already. എനിക്ക് ഓൾറെഡി ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ടല്ലോ. On top of that, you want to be like me to be like Brother Ian. ഇതിന്റെ മുകളിൽ ഞാനും സഹോദരൻ ഇയാനെ പോലെ ആയിരിക്കുന്നുള്ള ഒരു ഭാരം കൂടെ ഞാൻ എടുക്കണോ? Okay, so let's just put ourselves in Brother Ian's shoes for a little time. അല്പസമയം നമ്മളെ തന്നെ നമുക്ക് പ്രിയ സഹോദരൻ ഇയൻ റോബ്സന്റെ സ്ഥാനത്ത് നമ്മൾക്ക് സങ്കല്പിക്കാം. Brother Ian and Brother Zach had 50 years of ministry together. 50 വർഷത്തോളം പ്രിയ സഹോദരൻ ഇയൻ റോബ്സനും ബ്രദർ സാക് പുനനും ഒന്നിച്ച് ദൈവ ശുശ്രൂഷ ചെയ്തു. For all those 50 years, Brother Ian would have felt the pressure of comparison with Brother Zach. ഈ 50 വർഷങ്ങളും ബ്രദർ ഇയൻ റോബ്സൺ തന്നെ പ്രിയ സഹോദരൻ സാക് പുനനുമായിട്ട് ഒരു താരതമ്യപ്പെടുത്തുവാനുള്ള ഒരു പരീക്ഷണത്തിൽ അകപ്പെട്ടിട്ടുണ്ടാവാം. See, I imagine Brother Ian would have prayed, Lord, do you want me to be like Brother Zach? ഒരുപക്ഷെ ബ്രദർ ഇയൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കാം, ദൈവമേ, ഞാൻ ഈ സഹോദരൻ സാക് പുനനെ പോലെ ആകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? So this is what I believe the Lord would have answered. ദൈവം ഇങ്ങനെയാണ് ഉത്തരം നൽകിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. He would have said, no, I want you to be yourself. ഇല്ല, നീ എങ്ങനെയായിരിക്കുന്നതോ അതുപോലെ ആയിരിക്കുവാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. But like Brother Zach, you too, you can also be like me through the power of the Holy Spirit. സാക് പുനൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എന്നെ പോലെ ആയതുപോലെ നീയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എന്നെ പോലെ ആയിരിക്കുവാൻ നിനക്ക് സാധിക്കും. And the Lord said the same thing to me. അത് തന്നെയാണ് ദൈവം എന്നോടും പറഞ്ഞത്. I want you to be yourself. നീ എങ്ങനെയാണോ അതുപോലെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. But like Brother Zach, like Brother Ian, you too can be like me by the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി പോലെ എങ്ങനെ ഇയൻ റോബ്സൺ ആയിരുന്നുവോ അതുപോലെ എന്നെ പോലെ ആകുവാൻ നിനക്കും സാധിക്കും. See, I want to say the same thing to each of you by faith. നിങ്ങളോട് എല്ലാവരോടും വിശ്വാസത്താൽ അത് തന്നെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. Jesus wants you to be yourself. യേശു ക്രിസ്തു നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. That's not easy. അത് എളുപ്പമുള്ള ഒരു കാര്യമാണോ? അല്ല. How easy is it for us to be ourselves when we come to the church? സഭയിലേക്ക് വരുമ്പോൾ അവനവനായിരിക്കുക എന്നുള്ളത് എത്ര വിഷമമുള്ള കാര്യമാണ്. How easy is it for us to be ourselves when we stand before the Lord? ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മൾ അവനവനായിരിക്കുക എന്നുള്ളത് എത്ര എളുപ്പമുള്ള കാര്യമാണ്. Jesus says, come as you are, you be yourself. കർത്താവ് പറയുന്നു, നിങ്ങൾ എങ്ങനെയായിരിക്കുന്നതോ അതുപോലെ എന്റെ അടുക്കിലേക്ക് വരുവിൻ. But like Brother Zach, like Brother Ian, like Brother Joji, like the Apostle Paul, ബ്രദർ ഇയനെയും ബ്രദർ സാക്കിനെയും ബ്രദർ ജോജിയെയും അല്ലെങ്കിൽ ബ്രദർ അപ്പോസ്തലനായ പൗലോസിനെ പോലെയും എല്ലാം, sisters, you can think of godly sisters who've encouraged you. Mary maybe, Sister Annie maybe. സഹോദരിമാരെ, നിങ്ങളും ദൈവ ഭക്തിയുള്ള സിസ്റ്റർ ആനിയെ പോലെയുള്ള സഹോദരിമാരെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാം. Yeah. Or so you can fill in the name of some godly witness, but you too, by the power of the Holy Spirit, can be like Jesus. ദൈവത്തിന്റെ ശക്തരായ സാക്ഷികളെ കുറിച്ചുള്ള അവരെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം, പക്ഷെ നിങ്ങൾക്കും അവരിൽ ഒരാളാകുവാനായിട്ട് സാധിക്കും. In Luke chapter 1 verse 34. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനം. Mary asked a question. മേരി ഈ ചോദ്യം ചോദിച്ചു, How can this be? ഇതെങ്ങനെ സാധിക്കും? She said, what you're saying is impossible. നീ പറയുന്ന കാര്യം വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. I am a virgin. ഞാനൊരു കന്യകയാണ്. So it's not possible. How can I have a child? ഇത് സാധ്യമല്ല.
ഒരു കുഞ്ഞുണ്ടാകുന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. She thought it was a disqualification. അവൾ ചിന്തിച്ചു അതൊരു യോഗ്യതയില്ലായ്മയാണ്. But that is the qualification. പക്ഷെ അത് തന്നെയായിരുന്നു യോഗ്യതയും. And God said, what is impossible with man is possible with God. ദൈവം പറഞ്ഞു മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. Nothing will be impossible with God. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. The power of the Holy Spirit will rest upon you. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. The qualification is that I recognize that it is impossible with me. ഇതിനു വേണ്ട യോഗ്യത ഞാൻ ഇല്ലാത്തവരാണ് എന്നുള്ള തിരിച്ചറിവാണ്. So, what is the secret? How did it begin? എന്താണ് അതിന്റെ രഹസ്യം? എങ്ങനെയാണ് നമ്മൾ ഇത് തുടങ്ങേണ്ടത്? So, this is Brother Ian's story as he tells it. ഇത് ഞാനിപ്പോ പറഞ്ഞത് ബ്രദർ ഇയൻ റോബ്സന്റെ കഥയാണ്. So he says there was a youth camp. ഇയൻ റോബ്സൺ പറഞ്ഞു ഒരിക്കലും അവരൊരു യൂത്ത് ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. Brother Zach and Brother Ian went together to a youth camp. ബ്രദർ സാക്കും ബ്രദർ ഇയനും അവരൊരു യൂത്ത് ക്യാമ്പ് നടത്തുന്നതിന് വേണ്ടി ഒരിടത്ത് പോയി. We can imagine, like this youth camp. There was a youth camp. ഇതുപോലെയുള്ള ഒരു യൂത്ത് ക്യാമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാം. And Brother Ian and Brother Zach found that they did not have the power of God. ബ്രദർ ഇയനും ബ്രദർ സാക്കും തങ്ങളുടെ ജീവിതത്തിലുള്ള പരിശുദ്ധാത്മാവ് ബലത്തെക്കുറിച്ച് അതിന്റെ കുറവിനെ കുറിച്ച് ബോധവാന്മാരായിരുന്നു. And the Lord spoke to Brother Ian saying, the problem is not with the young people. Problem is with you. അവിടെ ദൈവം ബ്രദർ ഇയൻ റോബ്സനോട് പറഞ്ഞു, ഈ ചെറുപ്പക്കാർക്കല്ല പ്രശ്നമുള്ളത് നിങ്ങൾക്കാണ്. It's good for me. It's good for each of us to say. എനിക്കും നമുക്ക് എല്ലാവർക്കും തന്നെ നമുക്ക് അങ്ങനെ പറയുന്നത് വളരെ ഉചിതമാണ്. Problem is not with the elders or camp organizers or my friends or my family or coordinators. ഈ ക്യാമ്പ് ഓർഗനൈസ് ചെയ്യുന്നവർക്കോ കോർഡിനേറ്റേഴ്സിനോ അല്ലെങ്കിൽ എന്റെ കൂട്ടുകാർക്കോ സഭയിലെ മൂപ്പന്മാർക്കോ ഇവർക്കൊന്നുമല്ല പ്രശ്നമുള്ളത്. Or younger brothers, older brothers. ചെറുപ്പക്കാരായവരോ മുതിർന്ന സഹോദരന്മാരോ ഇവർക്കൊന്നുമല്ല പ്രശ്നങ്ങളുള്ളത്. Problem is with me. ദൈവമേ, എനിക്കാണ് കുറവുള്ളത്. And there was a cry that came up in Brother Ian's heart for the power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ബലത്തിന് വേണ്ടിയുള്ള ഒരു കരച്ചിൽ, ഒരു നിലവിളി അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വന്നു. And he and Brother Zach cried out to God and sought the Lord for the power of the Holy Spirit. അവർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലത്തിന് വേണ്ടി അവർ കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. We heard yesterday about Jesus. നാം ഇന്നലെ യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടു. In Hebrews chapter 5 verse 7 and 8, it says he offered up prayers with loud crying and tears to the one who is able to save him. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെയുള്ള അഭയയാചനയെ കുറിച്ച്, അങ്ങനെ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് എബ്രായ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിൽ നാം ഇന്നലെ കേട്ടു. We see in Apostle Paul's life in Romans chapter 7 verse 24. റോമാ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 24-ാം വചനത്തിൽ അപ്പോസ്തലനായ പൗലോസിൽ നാം ഇത് കാണുന്നു. He cried out, "Oh wretched man that I am." റോമാ ലേഖനത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 6-ാം വചനം. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യനെന്ന് പൗലോസ് കരയുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നു. Who will set me free from the body of this death? ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് പൗലോസ് കരയുന്നു. And he says, "Thanks be to God through Christ Jesus my Lord." പക്ഷെ അവിടെ വീണ്ടും അദ്ദേഹം വായിക്കുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Jesus has saved me and he will save me. യേശു എന്നെ രക്ഷിച്ചു, അവൻ എന്നെ രക്ഷിക്കും, അവൻ എന്നെ വിടുവിക്കും. This verse 24 and 25 is not, to my understanding, talking about one incident in Paul's life. ഈ 24-25 മലയാളം ബൈബിളിൽ ഒറ്റ വചനമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 24-ാമത്തെ വചനം ഈ പറയുന്ന കാര്യം അത് ഒരു ജീവിതത്തിലെ ഒരു സംഭവത്തെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഒരിക്കൽ മാത്രം നടന്ന ഒരു കാര്യത്തെ കുറിച്ച് ആയിരിക്കണമെന്നില്ല അവിടെ എഴുതിയിരിക്കുന്നത്. In Brother Ian's life also there was a first time, but this is how he lived his entire life. പ്രിയ സഹോദരൻ ഇയൻ റോബ്സന്റെ കാര്യത്തിലും തുടക്കത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു വഴിക്കാണ് അദ്ദേഹം ജീവിച്ചത്. A cry saying, "Lord, I am a wretched man, but
thank you. You have saved me and you will save me. അയ്യോ, ഞാനൊരു അരിഷ്ട മനുഷ്യൻ, പക്ഷേ അവിടുന്ന് എന്നെ രക്ഷിച്ചു, അവിടുന്ന് എന്നെ വീണ്ടും രക്ഷിക്കും, അവിടുന്ന് എന്നെ വിടുവിക്കും. And Jesus cried out to God in the days of his flesh. യേശു ക്രിസ്തു തന്റെ ഭൂമിയിലുള്ള ജീവിതകാലത്തെല്ലാം ഉറച്ച നിലവിളിയോടുകൂടി പ്രാർത്ഥിച്ചു. When this cry comes up in our heart, the Holy Spirit will direct our eyes to the cross. ഈ നമ്മുടെ ഹൃദയത്തിൽ ഈ നിലവിളി വരുമ്പോൾ പരിശുദ്ധാത്മാവ് കുരിശിലേക്ക് നമ്മളുടെ ശ്രദ്ധ ആകർഷിക്കും. And when I look at the cross, I see the great cost, the great price that Jesus paid for my sake. കുരിശിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി കർത്താവ് കൊടുത്ത വലിയ വില കാണുവാൻ എനിക്ക് സാധിക്കും. There's a godly man called C.T. Studd, a missionary. C.T. സ്റ്റഡ് എന്ന പേരുള്ള ഒരു മിഷണറി ആയ ഒരു ദൈവവൃത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. He said, if Christ be God and died for me, then no sacrifice can be too great for me to make for him. അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു ദൈവമാണ്, എന്നിട്ടും അവിടുന്ന് എനിക്ക് വേണ്ടി അവിടുത്തെ ജീവൻ കൊടുത്തുവെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു ത്യാഗവും ഒരു ത്യാഗമേ അല്ല. Jesus himself looked and saw the sacrifice that the Father was making. യേശു തന്നെയും തന്റെ പിതാവ് ചെയ്ത ത്യാഗത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. പിതാവിനെ കണ്ടു അവിടെ. God so loved me. You should put your name there. Put my name there. God so loved me. ദൈവം എന്നെ സ്നേഹിച്ചു, ദൈവം വളരെയധികം എന്നെ സ്നേഹിച്ചു, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള വചനത്തിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ പേര് ഉപയോഗിക്കുക. God so loved me that he gave his only son Jesus. എന്നെ വളരെയധികം സ്നേഹിച്ചത് കൊണ്ട് ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ കൊടുത്തു. That I who believe in him might have eternal life. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന എനിക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് തക്കവണ്ണം ദൈവം എന്നെ സ്നേഹിച്ചു. And for the joy of his Father that was set before him, തന്റെ മുമ്പാകെ ഉണ്ടായിരുന്ന ആ സന്തോഷകരമായ കാര്യത്തെ അതില് ദൃഷ്ടിവെച്ച് so that he could get me. സോ ദാറ്റ് അദ്ദേഹത്തിന് എന്നെ തന്നെ അദ്ദേഹത്തിന് ലഭിക്കും. For that joy of the Father, Jesus took up the cross. ആ പിതാവിലുള്ള ആ സന്തോഷം ഓർത്ത് കർത്താവ് തന്റെ കുരിശെടുത്തു. And yeah, we know it's not just me, it's many other beloved brothers, but I see the love of God for me in that place. ഇത് എനിക്കറിയാം, ഞാൻ മാത്രമല്ല, ഒത്തിരി വിലപ്പെട്ട സഹോദരി സാർമാരുണ്ട്, പക്ഷെ ഞാൻ എന്നെ തന്നെ അവിടെ കാണുന്നു, എനിക്ക് വേണ്ടി കർത്താവ് തന്റെ ജീവൻ കൊടുത്തു. Yeah, Brother Ian could say, like Paul said, I count all things rubbish. പൗലോസ് പറഞ്ഞ പോലെ സകലതും നഷ്ടമെന്ന് ഞാൻ എണ്ണുന്നുവെന്ന് ബ്രദർ ഇയാൻ പറഞ്ഞിരുന്നു. Brother Victor says, ஒரு மேட்டர் கிடையாது. He says, in Tamil he says, ஒரு மேட்டர் கிடையாது. That means this is not a matter. This is not anything to be worried about. ഇതൊരു വലിയ കാര്യമല്ല. അങ്ങനെ സഹോദരൻ വിക്ടർ പറയുമായിരുന്നു. When we look at the cross, നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതൊന്നും ഒരു വലിയ കാര്യമായിട്ട് തോന്നുകയില്ല. There's a hymn that we sing, when I survey the wondrous cross. നമ്മൾ ഒരു പാട്ട്, ഒരു ഇംഗ്ലീഷ് പാട്ട് ഇങ്ങനെയുണ്ട്, നാം കുരിശിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, മനോഹരമായ കുരിശിനെ കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ, on which the Prince of Glory died. മഹത്വത്തിന്റെ കർത്താവായ യേശു ക്രിസ്തു മരിച്ച കുരിശിനെ കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ, my richest gain I count but loss. എന്റെ ഏറ്റവും വിലപിടിപ്പുള്ള ലാഭം ഞാൻ നഷ്ടമെന്നെണ്ണും. And pour contempt on all my pride. എന്റെ സകല അഹങ്കാരത്തിലും അതിനെല്ലാം ഞാൻ വെറുക്കും. Were the whole realm of nature mine, that were an offering far too small. If everything in the realm of nature, everything in the kingdoms of this world and this universe. ഈ ക്രൂശിനെ, ഈ മനോഹരമായ ക്രൂശിനെ ധ്യാനിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള സകലതും ഏറ്റവും വിലപിടിപ്പുള്ളത് ഒന്നുപോലും എന്നെ ആകർഷിക്കുകയില്ല. Yeah. That were an offering far too small. That would be a very small thing. If the whole world belonged to me, it would be a very small thing to give. ഈ ലോകം മുഴുവൻ എന്റെ ആയിരുന്നു, ഞാൻ അതുപോലും ഞാൻ കൊടുക്കുകയാണെങ്കിൽ അത് വളരെ ചെറിയൊരു കാര്യമായിരുന്നിരിക്കണം. Love so amazing, so divine, demands myself, my life, my all. വളരെ അധികമുള്ള, വളരെ ആവശ്യപ്പെടുന്ന ഈ വലിയ സ്നേഹം എന്റെ സകലതും ആഗ്രഹിക്കുന്നു. It's good for us
to sing these songs and meditate on the cross. ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുവാനും കുരിശിനെ കുറിച്ച് ധ്യാനിക്കേണ്ടതും വളരെ നല്ലതാണ്. The cross points us to the resurrection life. ക്രൂശ് നമ്മളെ കാണിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ഒരു ജീവിതത്തിലേക്കാണ്. And the Bible says that we are partakers of a heavenly calling. വേദപുസ്തകം പറയുന്നു ഒരു സ്വർഗീയ വിളിക്ക് നാം എല്ലാവരും ഓഹരിക്കാരാണ്. Paul says, I press on towards the upward call of God in Christ Jesus. പൗലോസ് പറയുന്നു ഉന്നതത്തിൽ നിന്നുള്ള ഒരു വിളിക്കായിട്ട് ആ വിളിയിലേക്ക് ലാക്ക് നോക്കി ഞാൻ ഓടുന്നു. Like Lazarus was in the grave and stinking. When he died, Jesus said, come out, Lazarus, and he came. ലാസറസ് മരിച്ച കല്ലറയിൽ ഇരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ ശബ്ദം കേട്ട് ലാസറസ് പുറത്തേക്ക് വന്നു. So the high calling of God is something that Brother Ian heard, and that's the voice that we hear when we take up the cross. ദൈവത്തിന്റെ ആ ഉന്നതത്തിൽ നിന്നുള്ള വിളി പ്രിയ സഹോദരൻ ഇയാൻ റോബ്സൺ കേട്ടു. ആ വിളി തന്നെയാണ് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത്. Brother Ian would often say the greatest thing on earth is to build the church. പ്രിയ സഹോദരൻ ഇയാൻ റോബ്സൺ എല്ലായ്പ്പോഴും പറയുമായിരുന്നു, ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം സഭ സ്ഥാപിക്കുക അല്ലെങ്കിൽ സഭ പണിയുക എന്നുള്ളതാണ്. Jesus said, I will build my church, the gates of hell will not prevail against it. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന്. And if I want to be like Jesus, I can be like Jesus and join along with him in this great work. ഞാൻ യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിനോട് കൂടെ ഈ കാര്യത്തിൽ ആയിരിക്കുവാൻ എനിക്ക് കഴിയണം. It's an amazing thing that he's calling me to join with him. ദൈവം എന്നെ നമ്മൾ എല്ലാവരെയും ഇതിലേക്ക് വിളിക്കുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. Yeah. And when we hear this call of the Lord, നാം ദൈവം നമ്മളെ വിളിക്കുന്ന ഈ വിളി നമ്മൾ കേൾക്കുമ്പോൾ we have confidence and courage. നമുക്ക് ധൈര്യവും നമുക്ക് ബലവുമുണ്ട്. Yeah. We know this verse in Matthew 28 verse 20. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം. Jesus said, all authority in heaven and earth is given to me. യേശുക്രിസ്തു പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് തന്നിരിക്കുന്നു. Go therefore and make disciples. അതുകൊണ്ട് നിങ്ങൾ പുറപ്പെട്ട് ശിഷ്യന്മാരെ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. Be a disciple and make disciples. നിങ്ങൾ തന്നെ ഒരു ശിഷ്യരായിരിക്കുക, മറ്റുള്ളവരെയും ശിഷ്യരാക്കുക. Teach men to obey everything I have commanded you. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക. And I will be with you always. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. See, I can do all things through Christ who strengthens me. സകലതും എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. Brother Ian would constantly encourage us to be filled with the Holy Spirit. ഇയാൻ റോബ്സൺ ഞങ്ങളെ എല്ലാ സമയത്തും പരിശുദ്ധാത്മാവിൽ നിറയേണ്ട ആവശ്യത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുമായിരുന്നു. And he had great authority and great confidence and boldness when he spoke. അദ്ദേഹം സംസാരിച്ചപ്പോൾ എല്ലാം അധികമായിട്ടുള്ള ദൈവത്തിലുള്ള ബലവും ശക്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. Brother Ian would say something simple. വളരെ ലളിതമായ എന്തെങ്കിലും കാര്യം ഒരുപക്ഷെ ബ്രദർ ഇയൻ പറയാറുണ്ട്. I remember once we came to Brother Ian with some medical need. ഏതോ ഒരു മെഡിക്കൽ കാര്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് ഉദ്ദേശത്തിന് വേണ്ടി ഞാൻ സഹോദരൻ ഇയന്റെ അടുത്ത് പോയത് ഓർക്കുന്നു. And he said, have you prayed? അദ്ദേഹം ചോദിച്ചു, നീ പ്രാർത്ഥിച്ചുവോ? That word came like an arrow to my heart. അദ്ദേഹം ചോദിച്ച ചോദ്യം ഒരു അമ്പ് പോലെ എന്റെ ഹൃദയത്തിൽ തറച്ചു. I had so many logical things to say. I keep praying. Obviously I prayed many times, but the way Brother Ian said, have you prayed? I suddenly realized, this is serious. മറുപടിയും പറയാൻ കഴിഞ്ഞേക്കാം, പല കാര്യങ്ങളും എനിക്ക് മറുപടിയായിട്ട് പറയാൻ സാധിച്ചിരുന്നിരിക്കാം. പക്ഷേ അദ്ദേഹം ചോദിച്ച ചോദ്യം, നീ പ്രാർത്ഥിച്ചു എന്ന ചോദ്യം ഒരു അമ്പ് പോലെ എന്റെ ഹൃദയത്തിൽ തറച്ചു. Yeah, I realized I was, saying this doctor said this, that doctor said that.
ഈ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, മറ്റൊരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെയെല്ലാം അദ്ദേഹത്തോട് പറയണമെന്ന് ഞാൻ ഓർത്തിരുന്നു. But when we prayed once more, and we prayed with faith, and Brother Ian also prayed. And this was, there was a miracle. My daughter had a hearing problem and she was healed. അപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന് ചോദിച്ചതിന് ശേഷം ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു, അദ്ദേഹവും പ്രാർത്ഥിച്ചു. എന്റെ മകൾക്ക് കേൾക്കുന്നതിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ദൈവം ആ സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ദൈവം ചെയ്തു. When Brother Ian spoke, the Holy Spirit would take that word and bring it home to my heart and say, "This is my beloved son. You listen to him." പരിശുദ്ധാത്മാവ് ആ വാക്ക്, പരിശുദ്ധാത്മാവ് ഇതെന്റെ മകൻ, ഇതെന്റെ വിലപ്പെട്ട പുത്രൻ, ഈ വാക്കുകൾ ദൈവം നമ്മുടെ ഉള്ളില് ആവശ്യത്തിന്റെ ഉള്ള സമയത്ത് കൊണ്ടുവന്ന് നമ്മളെ ഓർമ്മിപ്പിക്കും എന്നുള്ള കാര്യം ബ്രദർ ഇയൻ ഞങ്ങളോട് പറഞ്ഞു. The Lord has called us with this calling to be like Jesus. ഈ യേശുവിനെ പോലെ ആവുക എന്നുള്ള ഈ വിളിയിൽ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. And the Holy Spirit, if we surrender our lives to Jesus, he will back us up the way he backed up Jesus. യേശുക്രിസ്തുവിനെ കരുതിയതുപോലെ, യേശുക്രിസ്തുവിനെ നടത്തിയതുപോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും നടത്തും. Yeah. This is what I see is the explanation for the contentment and concern and compassion that Brother Ian had. ബ്രദർ ഇയനിൽ കണ്ട കരുതലിനും മറ്റുള്ളവരെ കുറിച്ചുള്ള കരുതലിനും അനുകമ്പയ്ക്കും എല്ലാം ഈ ഒരൊറ്റ കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. And because he had a compassion, he cried out to God once again, not for himself but for others. അദ്ദേഹത്തിന് മറ്റുള്ളവരെ കുറിച്ച് അനുകമ്പയുണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പിതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി. See, when Brother Ian was crying out at the youth camp, he wasn't thinking about himself. He was thinking about the young people. ബ്രദർ ഇയൻ ഈ യൂത്ത് ക്യാമ്പിൽ നമ്മൾ കേട്ട പോലെ കരഞ്ഞ് ദൈവത്തെ വിളിക്കുമ്പോൾ തന്നെ കുറിച്ചല്ല അദ്ദേഹത്തിന് ഭാരമുണ്ടായിരുന്നത്, മറ്റുള്ളവരെ കുറിച്ചായിരുന്നു. But he sought the Lord, and the Lord met his need and met the needs of so many others like me. അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചു. ദൈവം അദ്ദേഹത്തിന്റെ ആവശ്യം നിറവേറ്റി. മാത്രമല്ല മറ്റുള്ളവരെയും ദൈവം അതിലൂടെ അനുഗ്രഹിച്ചു. Yeah, this is the hope that I have. I want to fix my eyes on Jesus, who led Brother Ian to go this way. ഇതാണ് എന്റെ പ്രതീക്ഷയും. ഞാനും എന്റെ കണ്ണുകൾ ഇയാൻ റോബ്സൺ ബ്രദർ ക്രിസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതുപോലെ ഞാനും കർത്താവിൽ എന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. See, this is just like 7 words, a very short summary. It's not possible to sum up Brother Ian's life in these words. ഇത് 7 ചെറിയ വാക്കുകളിലൂടെ ഞാൻ ശ്രമിച്ചു. പക്ഷേ സഹോദരൻ ഇയാൻ റോബ്സന്റെ ജീവിതം ഈ വാക്കുകളിലൂടെ മാത്രം വിവരിക്കാൻ സാധ്യമല്ല. The Lord will give us revelation. ദൈവം നമുക്ക് പുതിയ വെളിപ്പാടുകൾ തരും. And we see the glory of Jesus in each of these things. യേശു ക്രിസ്തുവിന്റെ മഹത്വം ഈ കാര്യങ്ങളിലെല്ലാം ദൈവം കാണുവാൻ നമ്മളെ സഹായിക്കും. May the Holy Spirit lift the veil. പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ നിന്ന് ആ ഒരു കർട്ടൻ അല്ലെങ്കിൽ ആ വെയിലെടുത്ത് മാറ്റട്ടെ. I want to end with this verse in John chapter 21 verse 25. യോഹന്നാന്റെ സുവിശേഷത്തിലെ 20-ാം അധ്യായം 25-ാം വാക്യം. We started with a picture of the glory of the Lord that will cover the earth like the waters cover the sea. വെള്ളം ഈ ഭൂമി മുഴുവൻ വെള്ളം നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ഈ ഭൂമി നിറയും എന്ന വാക്കുകളിലൂടെയാണ് നമ്മൾ ആരംഭിച്ചത്. And this verse says there are also many other things which Jesus did. ഇത് 21-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം. ഇവിടെ പറയുന്നു, last verse. യേശു ചെയ്ത മറ്റു പലതുമുണ്ട്, അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. If we were to sit and write down all the things that Jesus did, then the world itself would not contain the books that would be written. യേശു ക്രിസ്തു ചെയ്ത ഓരോ കാര്യങ്ങളും നമ്മൾ എഴുതി ഒരു പുസ്തക രൂപത്തിൽ എഴുതിയാൽ അത് അത്രയും പുസ്തകങ്ങൾ ഈ ലോകത്തിൽ പോലും സൂക്ഷിക്കുവാൻ സാധ്യമല്ല. What I tried to share with you is some of the things that Jesus did through the life of Brother Ian.
ബ്രദർ സഹോദരൻ ഇയാൻ റോബ്സന്റെ ജീവിതത്തിലൂടെ ദൈവം ചെയ്ത ചില കാര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. Who did those things? ആരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്? Jesus did those things. യേശു ക്രിസ്തു ചെയ്തു. Those are the things that will last for eternity. ദൈവം ചെയ്ത കാര്യങ്ങളാണ് നിത്യതയിലേക്ക് നിലനിൽക്കുക. But he did it through the life of Brother Ian. പക്ഷെ ദൈവം അത് ചെയ്തത് സഹോദരൻ ഇയാൻ റോബ്സന്റെ ജീവിതത്തിലൂടെയാണ് ചെയ്തത്. And I want to say by faith that my name can also be in this verse. വിശ്വാസത്താൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെയും പേര് ഈ വചനത്തിൽ വരുവാൻ സാധിക്കും. You can put your name also in this verse. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ഈ വചനത്തിൽ എഴുതുവാൻ സാധിക്കും. Many other things that Jesus did in my life. യേശു ചെയ്തതുപോലെ എന്റെ ജീവിതത്തിലും പിതാവ് എന്റെ ജീവിതത്തിലൂടെയും പ്രവർത്തിക്കും. And if all these things were written, then the world itself would not contain the books that would. ഇത് ഓരോന്നായി ചെയ്താൽ, ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതിയാൽ ഒരു പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല. അങ്ങനെയുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ദൈവത്തിന് സാധിക്കും. The glory of the Lord will fill this earth as the waters cover the sea. ദൈവത്തിന്റെ മഹത്വം ഈ ഭൂമിയിൽ സമുദ്രത്തിൽ ജലം നിറഞ്ഞിരിക്കുന്നത് പോലെ ഇരിക്കുന്നു. Yeah, let's just pray. നമുക്ക് പ്രാർത്ഥിക്കാം. Loving Father, Lord, we thank you. ഞങ്ങളുടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു. We thank you for the stream of the river of life that has flowed through our lives, Lord. സഹോദരൻ ഇയാൻ റോബ്സന്റെ ജീവിതത്തിലൂടെ ഒഴുകിയ ആ ജലത്തിന്റെ ആ നദിക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. And Lord, we know that your love for me, your love for us is not less than your love for Brother Ian or your love for your son Jesus. പിതാവേ, സഹോദരൻ ഇയാനെ അങ്ങ് സ്നേഹിച്ചതുപോലെയോ അല്ലെങ്കിൽ കർത്താവിനെ, അവിടുത്തെ പുത്രനെ അവിടുന്ന് സ്നേഹിച്ചതുപോലെയോ അതിലൊട്ടും കുറഞ്ഞതല്ല അവിടത്തേക്ക് ഞങ്ങളോടുള്ള സ്നേഹമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. Lord, continue to write faith in our hearts. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് വിശ്വാസം തരണമേ. Continue to sustain this cry for you that you only you can fill. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ നിരന്തരം ഈ നിലവിളിയും കരച്ചിലും അവിടുന്ന് തന്നെ തരണമേ. We commit ourselves into your hands. ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. We pray in your precious name, Jesus. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. Amen.